Hi all, Module 3 Multi-Stage Amplifiers. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, ഈ 3 സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. പവർ ആംപ്ലിഫയേഴ്സ് ഓൾറെഡി നിങ്ങൾ സെമിനാർ എടുത്തു കഴിഞ്ഞാണ്. ഇനി ഞാൻ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പവർ ആംപ്ലിഫയേഴ്സ് എടുക്കണമെങ്കിൽ വീണ്ടും എടുക്കാം. അപ്പം ഇനി നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സും ഓസിലേറ്റേഴ്സുമാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കുന്നത്. അപ്പം ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിനെ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് അതിനനുസരിച്ച് സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കോമൺ എമിറ്റർ, BJT ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അത് തരുന്ന ഗെയിനും കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ ഫെറ്റ് ആംപ്ലിഫയർ പഠിച്ചു. ഇവിടെ നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് മൾട്ടി സ്റ്റേജസ് വരുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതൊരു മൾട്ടി സ്റ്റേജിൻ്റെ ഒരു ഫിഗറാണ്. ഇവിടെ ഓരോരോ ആംപ്ലിഫയേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. AV1, AV2, AV3 എക്സെട്ര അപ് ടു AVN എന്ന് എഴുതിയിരിക്കുന്നത് ഡിഫറെൻറ്റ് ആംപ്ലിഫയേഴ്സാണ്. അതിൻ്റെ ഗെയിനാണ് അതിൽ അകത്ത് എഴുതിയിരിക്കുന്നത്. AV1, AV2 എന്നൊക്കെ പറയുന്നത് ഗെയിൻ പ്രൊവൈഡഡ് ബൈ എ സിംഗിൾ ആംപ്ലിഫയർ. അതായത് നമ്മൾ കോമൺ എമിറ്റർ പഠിച്ചു. കോമൺ എമിറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഇതുപോലെ പൊട്ടൻഷ്യൽ ഡിവൈഡർ, ബയാസിങ്, ഇൻപുട്ടിൽ കൊടുക്കുന്ന ഇൻപുട്ട്, ദെൻ ഇവിടെ കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ, ഹിയർ ഈസ് അനദർ കപ്പാസിറ്റർ ആൻഡ് ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം ദിസ് RL. അപ്പം ഇങ്ങനെ റെസിസ്റ്റൻസും കപ്പാസിറ്ററുള്ളൊരു സെറ്റപ്പാണ്. R1, R2, RC, RE, കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ, ലോഡ് റെസിസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് RC എലമെൻറ്റ്സും ട്രാൻസിസ്റ്ററും ചേരുന്ന, അതുപോലെ DC സോഴ്സ് ഫോർ ബയാസിങ് ആൻഡ് ഇൻപുട്ട് AC ഫോർ ആംപ്ലിഫിക്കേഷൻ, നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ, അതിനൊക്കെ ഉള്ളൊരു സിംഗിൾ സ്റ്റേജാണിത്. സിംഗിൾ ആംപ്ലിഫയറാണിത്. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇനി മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിപ്പോൾ ഒരു 5 mV ഉള്ളൊരു ഇൻപുട്ട് സിഗ്നലാണെന്ന് വെച്ചോ. നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു 10 volt ആക്കി ഒരു സിംഗിൾ സ്റ്റേജിൽ. പക്ഷേ നമുക്ക് 10 volt പോരാ, നമുക്കൊരു 100 volt വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ ഇപ്പോൾ ഇത് നമുക്ക് തരുന്നത് 10/5 mV എന്ന് പറയുന്ന ഗെയിനാണ്. അപ്പം ഗെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പം നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് കൂടുതൽ ഗെയിനാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അതായത് 10 volt അല്ല, നമുക്ക് ഇൻപുട്ട് 5 mV കൊടുത്താൽ അതിനെ ആംപ്ലിഫൈ ചെയ്തൊരു 100 volt തരണം എങ്കിൽ കൂടുതൽ ആംപ്ലിഫയേഴ്സും നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യേണ്ടി വരും. അതിനെയാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ഫിഗറിൽ കാണാം നിങ്ങൾക്ക് കുറേ ആംപ്ലിഫയേഴ്സ്, ഇതുപോലെയുള്ള ഓരോരോ ആംപ്ലിഫയേഴ്സാണിത്. ഞാനിപ്പോൾ വരച്ച പോലത്തെ ഒരു ആംപ്ലിഫയറാണ് ഈ ഒരു സിംഗിൾ ബ്ലോക്കിൽ കാണിച്ചേക്കുന്നത്. നോർമലി ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു ഷേപ്പിലാണ്, ട്രയാങ്കുലർ ഷേപ്പിലാണ് കാണിക്കുന്നത് ആംപ്ലിഫയർ. ഇപ്പോൾ AV1, AV2, AV3 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിനാണ്. ദാറ്റ് ഈസ് AV1 എന്ന വോൾട്ടേജ് ഗെയിൻ ആയതുകൊണ്ടാണ് AV എന്ന് എഴുതുന്നത്. നമ്മൾ ഡെറൈവ് ചെയ്തിട്ടായിരുന്നു. VOUT/VIN ആണ് AV1 എന്ന് പറയുന്നത്. അത് ഏതാ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഒരു ആംപ്ലിഫയർ മാത്രമേ ഉള്ളെങ്കിൽ, അതായത് ഒരു ട്രാൻസിസ്റ്ററും അതിൻ്റെ പൊട്ടൻഷ്യൽ ബയാസിങ്ങും റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഉള്ള ഒരു സെറ്റപ്പിൻ്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് AV1. ഇങ്ങനെ മൾട്ടി സ്റ്റേജ് വരിക എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ആംപ്ലിഫയേഴ്സ് സീരീസിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ടു ഗെറ്റ് എ ഹൈ ഗെയിൻ. നമുക്ക് വേണ്ടത് ഒരു ഹൈ ഗെയിൻ ആണെങ്കിൽ, അതായത് ഞാൻ 5 mV കൊടുത്താൽ 10 mV കൊടുത്തപ്പം എനിക്ക് 100 വേണം, 10 കിട്ടുന്നുള്ളൂ ഒരു സ്റ്റേജിലെങ്കിൽ കൂടുതൽ ആംപ്ലിഫയേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യേണ്ടി വരും. അതിനാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ ടോട്ടൽ ഗെയിൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ഗെയിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിങ്ങനെ കാസ്കേഡായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ മെനി ആപ്ലിക്കേഷൻസ് കനോട്ട് ബി ഹാൻഡിൽ വിത്ത് സിംഗിൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഒരു സ്റ്റേജുള്ള ആംപ്ലിഫയർ കൊണ്ട് പറ്റില്ല. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് സിസ്റ്റമാണ്, നമുക്കൊരു പർട്ടിക്കുലർ ഗെയിനാണ് കിട്ടേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്റ്റേജസ് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ നമ്മൾ സീരീസ് അല്ലെങ്കിൽ കാസ്കേഡ് ആംപ്ലിഫയേഴ്സായിട്ട് കണക്ട് ചെയ്യുമ്പം അതിൻ്റെ ഗെയിൻ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും, ഒരു ഹൈ ഗെയിൻ ആയിരിക്കും കിട്ടുക. ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം? ക്യാൻ ബി ഡൺ എയ്തർ ടു ഇൻക്രീസ് ദ ഓവറോൾ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ ഓർ പ്രൊവൈഡ് എൻ ഓവറോൾ ഗെയിൻ ഗ്രേറ്റർ ദാൻ 1 വിത്ത് വെരി ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ
ഇവരെ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു ഔട്ട്പുട്ട് ഗെയിൻ വേണം. ഇത് നോക്കിക്കുക നിങ്ങൾ, നമുക്കൊരു ഫൈൻഡ് ദ വോൾട്ടേജ്, ഫൈൻഡ് വി ഔട്ട്, അതായത് ഔട്ട്പുട്ട് സ്റ്റേജിലെ വോൾട്ടേജ് നമുക്ക് വേണം. ഇൻപുട്ടിൽ 5 മില്ലി വോൾട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റേജിലെയും ഗെയിൻ തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഓവറോൾ ഗെയിൻ, ദാറ്റ് ഈസ് വി ഔട്ട് ബൈ വി ഇൻ. ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് AV1 ഇൻറ്റു AV2 ഇൻറ്റു AV3 ഇൻറ്റു എക്സെട്ര AVN ആണ്. അങ്ങനെയാണെങ്കിൽ വി ഇന്ന് തന്നിട്ടുണ്ട് 5 മില്ലി വോൾട്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി ഔട്ട്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്ന് വരുമ്പം ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ വരും. നമുക്കിതിൽ പഠിക്കാനുള്ളത് ഡയറക്റ്റ് കപ്ലിങ്, RC കപ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. കാസ്കോഡ്, ഡാർലിംഗ്ടൺ പെയർ ഒന്നും നമുക്ക് പഠിക്കാനില്ല. കാസ്കോഡ് പഠിക്കാനില്ല. ഡാർലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കപ്ലിംഗ് തന്നെ, എന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഒരു സിംഗിൾ സ്റ്റേജിന് അടുത്തതായിട്ട് അങ്ങ് ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നല്ലേ ഔട്ട് എടുക്കുന്നത്. കോമൺ എമിറ്ററാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ കളക്ടറിൽ നിന്ന് ഔട്ട് എടുത്ത് നേരെ അടുത്തതിലേക്ക് കൊടുക്കുകയാണ്. ഡയറക്റ്റ് കപ്ലിങ്, അതുപോലെ RC കപ്ലിംഗ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഒരു ഐഡിയൽ കപ്ലിംഗ് നെറ്റ്വർക്കിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. It should not disturb the DC biasing condition of amplifier stages. It should transfer the AC signal from one stage to next amplifier stage. നമുക്ക് AC സിഗ്നൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഓരോ ആംപ്ലിഫയർ സ്റ്റേജിലും ഓരോ ആംപ്ലിഫയറിന് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ നമ്മൾ DC ബയാസിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്റ്റേജിൽ ക്യാരി ഔട്ട് ചെയ്യേണ്ട, AC മാത്രം ക്യാരി ഔട്ട് ചെയ്യുക. അതുപോലെ ദ ലോസ് അക്രോസ് കപ്ലിംഗ് നെറ്റ്വർക്ക് ഷുഡ് ബി മിനിമം. ഇത് കപ്പിൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കമ്പോണൻസ്, അതിനകത്ത് ലോസ് ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ ഷുഡ് ഓഫർ ഈക്വൽ ഇംപിഡൻസ് അറ്റ് വേരിയസ് ഫ്രീക്വൻസീസ് ഓഫ് സിഗ്നൽ വേവ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കപ്ലിംഗ് മെത്തേഡ്സ് ഡയറക്റ്റ് കപ്ലിംഗ്, RC കപ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. അപ്പം ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 2 സ്റ്റേജസ് ആർ കണക്റ്റഡ് ഡയറക്റ്റ്ലി. നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കളക്ടർ ക്രോസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ആ കളക്ടർ ടെർമിനലിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ RC കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ ഈസ് യൂസ് ആസ് എ കപ്ലിംഗ് ഡിവൈസ്. RC നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത് കപ്ലിങ്ങിന്. അതുപോലെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉണ്ട്, ട്രാൻസ്ഫോമർ ആണ് അവിടെ കപ്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫോമറൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകത അറിയില്ല, AC മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പെക്യുലിയാരിറ്റി കാണുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റ് കപ്ലിംഗ് സർക്യൂട്ട് ഡയഗ്രമാണ്. ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച സെറ്റപ്പാണ്. ഇത്രയും ഇത്രയും, അതായത് R1 R2 ഇസ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ, VCC എന്ന് പറഞ്ഞാൽ ബയാസിങ് വോൾട്ടേജ്, V ഇൻപുട്ട്, VS എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ, RE എമിറ്റർ റെസിസ്റ്റൻസ്, കളക്ടർ റെസിസ്റ്റൻസ് എല്ലാം ആയി. ദെൻ ഔട്ട്പുട്ട് ഇസ് ടേക്കൺ അക്രോസ് കളക്ടർ. ഇത്രയായിരുന്നു നമ്മുടെ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ഇനി മൾട്ടി സ്റ്റേജ് ആക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഗെയിൻ പോരാ, നമുക്ക് വേണ്ടുന്ന ഒരു ഹൈ ഗെയിൻ ആണെങ്കിൽ അതിനുവേണ്ടി ഇതൊരു 2 സ്റ്റേജ് ആണ്. രണ്ടാമത് ഞാൻ വീണ്ടും അതേപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബേസിലേക്ക് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് അല്ലെങ്കിൽ B2 നമുക്ക് വിളിക്കാം, ബേസ് ഓഫ് ട്രാൻസിസ്റ്റർ 2ലേക്ക് C1 നിന്ന് കണക്ഷൻ കൊടുക്കും. അതായത് കളക്ടർ അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ കളക്ടറിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ നിന്ന് നമ്മൾ ബേസിലേക്ക്, നെക്സ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കും. അവിടെ ഫർദർ ബയാസിങ്ങിൻ്റെ ആവശ്യമില്ല, VCC ഓൾറെഡി കണക്റ്റഡ് ആണ്. സോ ഇത്രയും മാത്രം, ഔട്ട്പുട്ട് സ്റ്റേജ് മാത്രമേ അവിടെ കാണുള്ളൂ. ബേസിലേക്ക് നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. നോർമലി ഡയറക്റ്റ് കപ്ലിംഗ് അല്ല, ഇതിനേക്കാളും ഇത് ഒരു സിമ്പിൾ മെത്തേഡ് ടെക്നിക്കാണ്. ഡയറക്റ്റ് കപ്ലിംഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, RC കപ്ലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള സാധനം. അപ്പം ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് cannot be used. At low frequency, coupling capacitor cause significant drop of signal across them, resulting reduction in gain. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും ഒക്കെ ഒഴിവാക്കി. കണ്ടോ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന നോർമലി ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്ററും ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ, ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്നൊരു കപ്പാസിറ്ററും ഒക്കെ കാണും. അപ്പോൾ ഡയറക്റ്റ് കപ്ലിങ്ങിൽ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. സർക്യൂട്ട് ജസ്റ്റ് റെസിസ്റ്റീവ് സർക്യൂട്ട് മാത്രമാണ്, കപ്പാസിറ്ററിൻ്റെ എലമെൻറ്റ്സ് ഒന്നും അവിടെ ഇല്ല. അപ്പം ഇവിടെ അപ്പോൾ അത്രേ ഉള്ളൂ. ഡയറക്റ്റ് കപ്ലിങ്ങിൽ നമുക്ക് ഒരു കപ്പാസിറ്റർ സ്റ്റേജസ്, അതായത് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്
ലോ ഫ്രീക്വൻസിയിൽ എങ്ങനെയാണ്, ഹൈ ഫ്രീക്വൻസിയിൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇവിടെ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് ഒഴിവാക്കിയേക്കുന്ന ഒരു സർക്യൂട്ടാണ് ഡയറക്റ്റ് കപ്ലിംഗ്. ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അറിയാം എക്സ് സി എന്ന് പറയുന്ന വാല്യൂ, എക്സ് സി നമ്മൾ ലോ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞിരുന്നു 1/2π FC ആണ്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ എന്ത് പറ്റും, ലോ ഫ്രീക്വൻസിയിൽ എക്സ് സി എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോ ഫ്രീക്വൻസിയിൽ വെരി ഹൈ ഇമ്പിഡൻസ് തരുകൊണ്ട് ഇൻപുട്ട് അങ്ങോട്ട് എടുക്കില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ കപ്പാസിറ്റേഴ്സ് ഒഴിവാക്കിയിരിക്കുന്നത്. ഹൈ ഇമ്പിഡൻസ് അവർ ഓഫർ ചെയ്യും. സോ ഈ സിസ്റ്റത്തിൻ്റെ ഗെയിൻ അങ്ങ് കുറഞ്ഞു. നമുക്ക് ഹൈ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആംപ്ലിഫിക്കേഷൻ. സോ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കപ്പാസിറ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ബയാസിംഗ് എന്ന് പറയുന്നത് മൊത്തം സ്റ്റേജിനും കൂടി ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് ഇവിടെയാണ് കൊടുക്കുന്നത്. ഓരോ സ്റ്റേജിനും പ്രത്യേകം ബയാസിംഗ് സർക്യൂട്ട്സ് ഒന്നുമില്ല. ഇനി നമുക്ക് ഉള്ളത് RC കപ്ലിംഗ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് RC കപ്ലിംഗ് ആണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണിക്കും RC നെറ്റ്വർക്കാണ് കപ്പിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. ഡയറക്റ്റ് കപ്ലിംഗിൽ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനാണ്, നമ്മൾ കപ്പാസിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ല. ഇവിടെ നമ്മുടെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് അതിൻ്റെ കപ്ലിംഗ് കപ്പാസിറ്റർ, R1 R2 ബയാസിങ്, എമിറ്റർ ബയാസിങ് റെസിസ്റ്റർ, കളക്ടർ റെസിസ്റ്റൻസ്, അതുപോലെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേജ് അല്ലെങ്കിൽ ഇൻപുട്ട് സ്റ്റേജ് ആംപ്ലിഫയർ, ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്നൊരു സിഗ്നൽ, എനിക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട ഇൻപുട്ട് സിഗ്നൽ ഇതാണെന്ന് വിചാരിക്കാം, ഒരു 10 mV സിഗ്നൽ. അപ്പം നമ്മൾ നോർമലി ഒരു ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്, കോമൺ എമിറ്ററിൻ്റെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ക്രോസാണ് നമ്മൾ ലോഡൊക്കെ കണക്ട് ചെയ്ത് ഔട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആംപ്ലിഫൈഡ് ആയിരിക്കും, പക്ഷേ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളൊരു 10 mV കൊടുത്തു, ഇവിടെ ഒരു 10 വോൾട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നലാണ്, പക്ഷേ ഇതുപോലെ ഫേസ് റിവേഴ്സ്ഡ് ആയിരിക്കും, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇനി എന്ത് പറ്റും, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതേപോലത്തെ ഒരു സെറ്റപ്പും കൂടെയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ കപ്ലിംഗ് എന്ന് പറയുന്നത് RC കപ്ലിംഗ് ആണ്. അതായത് നമ്മുടെ ഔട്ട് വരുന്നത് കളക്ടറിനെ ക്രോസ് ആണ്. ഇവിടെ കളക്ടറിൻ്റെ സൈഡിൽ R ആൻഡ് C ഉണ്ട്. കളക്ടർ റെസിസ്റ്റൻസ് ആൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്യുന്നത്. അപ്പം ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഔട്ടാണ് അടുത്ത സ്റ്റേജിൽ ബേസിലേക്ക് പോകുന്നത്. ഇവിടെ അഗെയിൻ നമുക്ക് സെയിം സെറ്റപ്പിലുള്ള ഫസ്റ്റ് സ്റ്റേജിലുണ്ടായിരുന്ന അതേപോലെ ഒരു R1 R2 RE ബയാസിംഗ് റെസിസ്റ്റേഴ്സും RC എന്ന് പറയുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ കളക്ടർ റെസിസ്റ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ. അപ്പം ഇവിടെ നമ്മൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ RC നെറ്റ്വർക്കാണ് ഇതിനെ കപ്പിൾ ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഔട്ടാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന ഔട്ട്പുട്ട്, ഞാനിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആംപ്ലിഫൈഡ് ആണ്, പക്ഷേ റിവേഴ്സ്ഡ് ആണ്. ആ ഇൻപുട്ടാണ് ഇവിടെ വരുന്നത്, ഈ ബേസിലേക്ക് വരുന്നത്. ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ഈ ബേസിലേക്കാണ് ഇൻപുട്ട് വരുന്നത്. ആംപ്ലിഫൈഡ് ഇൻപുട്ടാണ്, പക്ഷേ ഫേസ് റിവേഴ്സ്ഡ് ആണ്. ഇനി അഗെയിൻ ഞാനൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിലാണ് ചെല്ലുന്നത്. അവിടെ ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് ഈ കപ്പാസിറ്റർ വഴി ഔട്ട് എടുക്കുമ്പോൾ ഈ ലോഡ് അക്രോസ് കപ്പാസിറ്ററിൽ നിന്ന് നമ്മൾ ഔട്ട് എടുക്കുമ്പം എന്ത് കിട്ടും, ഫർദർ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ്. വീണ്ടും ഇത് ആംപ്ലിഫൈ ചെയ്യും, പക്ഷേ ഈ കൊടുത്തതാണല്ലോ ഇൻപുട്ട് ഓഫ് ദിസ് ബേസ് 2. ബേസ് 2ന് കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ സിഗ്നലാണ്. അതിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പം വീണ്ടും ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും. 10 വോൾട്ടിന് പകരം 100 വോൾട്ട് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഫേസ് അഗെയിൻ റിവേഴ്സ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത, ഇൻപുട്ടിൽ കൊടുക്കുന്ന സെയിം ഫേസിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഒരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ, ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണെങ്കിൽ കോമൺ എമിറ്റർ നോർമലി നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഫേസ് റിവേഴ്സ്ഡാണ് തരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് വീണ്ടും വരുമ്പോൾ എന്താ, ഒന്നുകൂടെ ഫേസ് റിവേഴ്സ്ഡ് ആകും. സോ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഫേസിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടും. ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സെയിം ഫേസിൽ കിട്ടും ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ സെറ്റപ്പ് ആണെങ്കിൽ. ഇനി നമ്മളിവിടെ വെച്ചിരിക്കുന്ന കപ്പാസിറ്റേഴ്സിൻ്റെ ഒക്കെ എഫക്റ്റ് എന്ന് പറയുന്നത്, RC കപ്ലിങ്ങിൻ്റെ ഗുണം എന്താണ്, ഇവിടെ ആറും സിയും എന്തിനാണ് അവിടെ വെച്ചിരിക്കും, കപ്ലിംഗ് കപ്പാസിറ്റർ. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിനെ എടുക്കുമ്പം ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻപുട്ട് സൈഡിൽ നിന്ന് വരുന്ന സിഗ്നലിനെ, അതായത് AC സിഗ്നലിനെ ആംപ്ലിഫിക്കേഷനും പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുന്ന ഔട്ട്പുട്ടിന് അത് എന്തൊക്കെ കാണും, DC ബയാസിങ് ചെയ്യുന്നുണ്ട്. സോ DCയുടെ കുറച്ച് എഫക്ട്സ് കാണും. എങ്ങനെയാണ് DCയുടെ എഫക്റ്റ് വരുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട, നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഇങ്ങനെയാണല്ലോ,
ഇൻപുട്ട് പക്ക ഇൻപുട്ടാണെന്ന് വിചാരിക്കും. കാരണം കപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടെയും ഉണ്ട്. അതായത് ഈ എ സി സിഗ്നലിൽ എന്തെങ്കിലും ഡി സി കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതും കളഞ്ഞിട്ടാണ് ഈ ബേസിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്യുവർ എ സി ആണ് വരുന്നത്. അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്ങിന് ഡി സി സോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇതുപോലെ ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും, പക്ഷേ ആംപ്ലിഫൈഡ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ 10 വോൾട്ട് ആണെങ്കിൽ 10+10 to -10 സ്വിങ് ചെയ്ത് പക്കയായിട്ടിരിക്കണം. പക്ഷെ എന്തെങ്കിലും ഡി സി എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ ഒന്നുകിൽ ഇങ്ങനെ ഷിഫ്റ്റഡ് ആയിട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കാം. ക്ലിയർ ആയോ? ഇപ്പോൾ 2 വോൾട്ടിലേക്കോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. ഡി സി ഷിഫ്റ്റിംഗ് വരും. ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് വോൾട്ടാണ്, ഇപ്പോൾ 2 വോൾട്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് വന്നാൽ വീണ്ടും സിഗ്നൽ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വയ്ക്കുന്നത്. അതായത് ഇവിടുന്ന് വരുന്ന എന്തെങ്കിലും എഫക്ട്സ് ഡി സി എഫക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് പ്യുവർ എ സി ആയിട്ടായിരിക്കും ഇത് നമുക്ക് 0-ൽ സ്വിങ്, അതായത് 10 to -10 സ്വിങ് ചെയ്യുന്ന പക്ക എ സി സിഗ്നലായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആർ സി കപ്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും തോറും പ്രീവിയസ് സ്റ്റേജിലെ ഡി സി ഇൻപുട്ട്സ് ഡി സി വാല്യൂസ് ഒന്നും അത് ക്യാരി ഔട്ട് ചെയ്യില്ല. ഇൻപുട്ട് എന്ന് പറയുന്നത് പ്യുവർ എ സി ആയിട്ട് തന്നെയാണ് നെക്സ്റ്റ് ബേസിലേക്ക് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ AV1 ഇൻറ്റു സെക്കൻഡ് സ്റ്റേജിൻ്റെ AV2 ആയിരിക്കും. നമ്മൾ ഓവറോൾ ഗെയിൻ വി ഔട്ട് ബൈ വി ഇൻ എടുക്കുമ്പം ലെസ് ദാൻ AV1 ഇൻറ്റു AV2 ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ റെസിസ്റ്റൻസും ഡ്രോപ്സും എല്ലാം കാരണമാണ്. അപ്പോൾ ഇതിൽ നോട്ട്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, R1 R2 RE ആരൊക്കെയാണ്, RC എന്താണ്, കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് എന്തുവാണ്, അതുപോലെ ഇതിൻ്റെ ഇത് നിങ്ങൾ വായിച്ച് നോക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പം ഇനി ആർ സി കപ്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗീവ് എക്സലൻറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ്, അതുപോലെ ചീപ്പർ ഇൻ കോസ്റ്റ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് ആംപ്ലിഫയറിൻ്റെ. ഇതെല്ലാം മാർക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങൾ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പം. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ഡ്യൂ ടു ലോ റെസിസ്റ്റൻസ് പ്രസൻറ്റഡ് ബൈ ഈച്ച് ഇൻപുട്ട് സ്റ്റേജ് ടു പ്രിസീഡിങ് സ്റ്റേജ്. അതുകൊണ്ട് അതിൻ്റെ ഗെയിൻ കുറവാണ്. ഇനി നമ്മൾ ഹൈ ഗെയിനിന് വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റേജസ് ആഡ് ചെയ്യണം. അതുപോലെ പ്യുവർ ഇംപിഡൻസ് മാച്ചിങ് ആണ്. ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അതായത് ട്രാൻസ്ഫോമർ കപ്ലിങ്ങിലേക്കൊക്കെ പോകുമ്പോഴാണ് അത് നല്ല നീറ്റായിട്ടുള്ള ഇംപിഡൻസ് മാച്ചിങ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് ഡയഗ്രാം, സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ്. കാസ്കേഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ആർ സി കപ്ലിംഗ് ആണ്. നമ്മളിപ്പം സർക്യൂട്ട് ഡയഗ്രാം വരുമ്പോൾ കണ്ടോ, ഇവിടെ B1 E1 C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ്, B2 C2 E2 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജാണ്. അതിങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം സ്മോൾ സിഗ്നൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ ഔട്ട്പുട്ട് AV1 ഇൻറ്റു AV2 ആയിരിക്കും AV ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ അറിയുക. ഫസ്റ്റ് AV = ടോട്ടൽ ഔട്ട്പുട്ട് ബൈ സോഴ്സ് ഇൻപുട്ട് ചെയ്യുന്നത് GM1. ഈ ഇക്വേഷനും കൂടെ പഠിച്ചു വയ്ക്കുക. ഓരോ സ്റ്റേജിൻ്റെയും ഡെറൈവ് ചെയ്യാനൊന്നും ചോദിക്കാറില്ല. GM1 GM2 ഇൻറ്റു രണ്ടുപേരുടെയും രണ്ട് ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യും, രണ്ട് ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ട് GM1 ഇൻറ്റു GM2, RC1 പാരലൽ ടു RR2, അതുപോലെ RC2 പാരലൽ ടു RL, ഇൻപുട്ട് ബൈ ഇൻപുട്ട് പ്ലസ് സോഴ്സ് റെസിസ്റ്റൻസ്. അതുപോലെ DBയിലുള്ള ഗെയിൻ എന്ന് പറഞ്ഞാൽ 20 log of AV. ഇൻപുട്ട് റെസിസ്റ്റൻസ് R1 പാരലൽ R2 പാരലൽ RR1. അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് 0 എന്ന് കൺസിഡർ ചെയ്താൽ VR1 VR2 0 ആയിട്ട് വരും. ആൾസോ അപ്പം GM1 VR1 = GM2 VR2 = 0 എന്ന് കിട്ടും. ഔട്ട്പുട്ട് = RC2. അത് നമുക്കറിയാം, RC2 നെക്രോസാണ് ഔട്ട് എടുക്കുന്നത്.